നാളത്തെ യാത്ര വെസൂവിയസ് പർവ്വതത്തിലേക്കാണ്. വ്ളോഗിങ്ങിനിടയിലെങ്ങാനും വെസൂവിയസ് തനി സ്വഭാവം തുറന്നു കാട്ടുമോ? ബോംബെയുടെ യാത്ര കഴിഞ്ഞ് ഹോട്ടലിലെത്തി കിടക്ക കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. മൗണ്ട് വെസൂവിയസിൻ്റെ ഒരു പ്രധാന ഘട്ടവും കൂടെ കഴിഞ്ഞ് പിന്നെയും പോവുകയാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ മൗത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കുത്തായ കയറ്റമാണ്. നിസ്സാരം എന്ന ഒരു വാക്കിനകത്ത് തീർക്കാൻ പറ്റില്ല. ഇതല്പം ശ്രമകരം തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയാണ്, കണ്ടില്ലേ? പക്ഷേ അത് തീർച്ചയായിട്ടും അത് തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭീകരൻ്റെ വായ്ഭാഗത്തോട്ട് വരിക, അത് തരുന്ന കാഴ്ച ഇതാണ്. മൗണ്ട് വെസൂവിയസിൻ്റെ വായ് കണ്ടോ? ഇതിൻ്റെ ഈ വായ്ഭാഗത്ത് തുറന്നിട്ടാണ് മുകളിലേക്ക് ഈ ആഷസ് ഒക്കെ വായുവിൽ കൂടെ പ്രവഹിച്ച് പല പല പട്ടണങ്ങളെയും നശിപ്പിച്ചത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുകയും ആവിയും ഒക്കെ അങ്ങനെ പൊങ്ങി വരുന്നത് ഈ ഭാഗത്തു നിന്ന്. മൗണ്ട് വെസൂവിയസ് അങ്ങ് ദൂരെ, ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ ക്രൈറ്ററിലേക്കുള്ള ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ്. സ്വപ്നത്തിൽ കണ്ടതുപോലുള്ള ദുരന്തമൊന്നും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ യാത്ര. ഇറ്റലിയുടെ സതേൺ സ്റ്റേറ്റായ കമ്പാനിയയിലെ നേപ്പിൾസ് സിറ്റിയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റേഴ്സ് മാറി ഗൾഫ് ഓഫ് നേപ്പിൾസിന് സമീപത്തായിട്ടാണ് യൂറോപ്യൻ മെയിൻലാൻഡിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കേനോ ആയ മൗണ്ട് വെസൂവിയസ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സ്ട്രാറ്റോ വോൾക്കേനോ ആണ്. മറ്റു വോൾക്കേനോകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈലി എക്സ്പ്ലോസീവ് ഇറപ്ഷനാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. ലാവയും ആഷും ഗ്യാസും പമിസും ഒക്കെ ചേർന്നുള്ള പൈറോക്ലാസ്റ്റിക് ഇറപ്ഷനാണ് ഇതിനെ വലിയ അപകടകാരിയാക്കുന്നത്. ഐസ്ലൻഡിലും മറ്റും ഒക്കെ കാണുന്ന അഗ്നിപർവ്വതങ്ങൾ ഷീൽഡ് വോൾക്കേനോ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഉയരമില്ലാത്ത അത്തരം അഗ്നിപർവ്വതങ്ങളിൽ നിന്നും ലാവാപ്രവാഹം മാത്രമാണ് ഉണ്ടാകുന്നത്. AD 79 വെസൂവിയസിൽ നിന്നും ആകാശത്തിലേക്ക് സമുദ്രനിരപ്പിൽ നിന്നും 30 കിലോമീറ്റർ ഉയരത്തിലാണ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് എക്സ്പ്ലോഡ് ചെയ്തത്. ഇനി ഒരു ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ അത് നേപ്പിൾ സിറ്റിയുടെ ഡയറക്ഷനിൽ സഞ്ചരിച്ചാൽ എന്തുണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. ഫോർമുല 1 റേസിംഗ് കാറിന്റെ സ്പീഡ് മണിക്കൂറിൽ 250 കിലോമീറ്റർ വരെയാണ്. പക്ഷേ മണിക്കൂറിൽ 700 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന പൈറോക്ലാസ്റ്റിക് ഫ്ലോയിൽ നിന്ന് രക്ഷപ്പെടാൻ റേസിംഗ് കാറിൽ സഞ്ചരിച്ചാൽ പോലും സാധിക്കുകയില്ലെന്നുള്ളതാണ്. മാരകശേഷിയുടെ കാര്യത്തിൽ വെസൂവിയസ് പോലുള്ള സ്ട്രാറ്റോ വോൾക്കേനോകൾ അഗ്രഗണ്യരാണ്. തെർമൽ ഷോക്ക്, സഫോക്കേഷൻ, പരിക്കുകൾ എന്നിവയെല്ലാമായി വിക്ടിംസിനെ സെക്കൻഡുകൾക്കുള്ളിൽ ജീവനോടെ ഫ്രോസൺ ഇൻ ടൈം എന്നൊക്കെ പറയുന്നത് പോലെ മീറ്ററുകളോളം ഉയരത്തിൽ മൂടുന്ന ചുടുചാരത്തിനുള്ളിൽ മറയ്ക്കും. സിറ്റിയിൽ നിന്നും വാഹനമാർഗം മൗണ്ട് വെസൂവിയസിന്റെ 1000 മീറ്റർ ഉയരത്തിൽ വരെയുള്ള ഈ ഭാഗം വരെ നമുക്ക് ആയാസരഹിതമായി എത്താം. ഇവിടെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുകൂടാതെ റെസ്റ്റ് ഏരിയയും ഗിഫ്റ്റ് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നും 250 മീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. ഇനി കാൽനടയായിട്ട് മാത്രമേ ഇനി നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ടാകാറുണ്ട്. നല്ല സൂര്യപ്രകാശം ഉള്ളതിനാൽ അത്യാവശ്യം ചൂടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടില്ലേ, കുറേ മലനിരകൾ കാണാം. ഇതെല്ലാം ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അഗ്നിപർവ്വത പ്രദേശങ്ങളാണ്. മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പോകാനുള്ള വഴി അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ ഹൈക്കിങ് ഏകദേശം ഒരു 40-45 മിനിറ്റ് വരെ എടുക്കും. എത്രയോ താഴെ നിന്നുമാണ് നമ്മൾ കയറി വരുന്നത് നോക്കുക. ടീനേജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അങ്ങനെ അടിച്ചു പൊളിച്ച് വരുന്നത് കാണാം. ഹൈക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഉല്ലാസഭരിതരായിട്ടാണ് അവരുടെ വരവ്. ഈ പാത മുഴുവൻ അഗ്നിപർവ്വതചാരം, ചെറിയ കല്ലുകൾ, പമിസ് എന്നിവകൊണ്ടൊക്കെ രൂപപ്പെട്ടതാണ്. ഈ കല്ല് കണ്ടോ? ഇതൊരു ശരിക്കും പറഞ്ഞ സാധാരണ കല്ലല്ല. ഇവ ഓരോന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ അടയാളങ്ങളാണെന്ന് പറയാം. പാശ്ചാത്യ രാജ്യങ്ങളിലെ യാത്രകളിൽ ഉടനീളം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ തടിയുള്ളവരെന്നോ
മെലിഞ്ഞവരെന്നോ ഉള്ള ശാരീരിക വ്യത്യാസങ്ങളില്ലാതെ, ചെറുപ്പക്കാരെന്നോ വൃദ്ധരെന്നോ പ്രായഭേദമില്ലാതെ എല്ലാവരും നല്ല ഉഷാറായി ഹൈക്കിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നു. ദൂരെ താഴെയായി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയ ആ പാർക്കിംഗ് ഏരിയ കാണാം. ഒരുപാട് ദൂരമാണ് ഇപ്പോൾ തന്നെ നമ്മൾ കയറി വന്നിരിക്കുന്നത്. വെസൂവിയസിലെ സാൻഡ് ഓർഡിനറി സാൻഡ് അല്ല, മോസ്റ്റ്ലി വോൾക്കേനിക് ആഷ് കൊണ്ട് രൂപപ്പെട്ടതാണ്. എക്സ്പ്ലോസീവ് ഇറപ്ഷൻ്റെ ഫലമായി മാഗ്മ ടൈനി ഫ്രാഗ്മെൻറ്റ്സായി ഷാറ്റർ ചെയ്തുണ്ടാകുന്ന മണ്ണാണിത്. കണ്ടില്ലേ, ഡാർക്ക് ലൈഫ്ലെസ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ആണ്. പക്ഷേ സിലിക്കേറ്റ്, അയൺ, മഗ്നീഷ്യം എന്നീ മിനറൽസിൻ്റെ കലവറയാണ് ഈ മണ്ണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ് മുമ്പോട്ട്. എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ഇനിയുള്ള കയറ്റം എന്ന് പറയുന്നത് കുറച്ച് പരിശ്രമകരം തന്നെയാണ്. ഈ റോഡുകളൊക്കെ നമുക്ക് കാണാം, കണ്ടല്ലേ എത്രയോ ഉയരത്തിലാണ്. അവിടെയായിട്ട് നേപ്പിൾസ് സിറ്റി, അതിനപ്പുറത്ത് കടൽ കാണാം. കണ്ടേ, കാണുന്നുണ്ടല്ലോ, കടലുകൾക്കുള്ളിൽ ഐലൻഡുകൾ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് വലിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ദൂരെ നിന്ന് പിന്നെയും മുമ്പോട്ടേക്ക് വരുന്നവരും താഴേക്ക് ഇറങ്ങിപ്പോകുന്നവരും ഒക്കെ നമുക്ക് കാണാം. ഇതിനാണ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രയും താഴെയിൽ നിന്നാണ് നമ്മൾ ഈ ഉയരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു തിരിഞ്ഞ നോട്ടം. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നും അത്ര വിശാലമായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഉയരങ്ങൾ കാഴ്ചയ്ക്ക് അതീതമാണ്. അവിടെ അങ്ങ് മേളിൽ എത്തിക്കഴിയുമ്പോഴേ നമുക്കതിൻ്റെ കാഴ്ച പരിപൂർണമാകൂ. പക്ഷേ വന്ന വഴികളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കണ്ടോ, എവിടെയൊക്കെ പിന്നിട്ടാണ് വന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരുപാട് നൂറുകണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ ഇപ്പോഴും ഹൈക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഈ വോൾക്കാനിക് ആഷിൽ ഒക്കെ ചവിട്ടി പോകുമ്പോൾ ഇതൊക്കെ എത്രയോ കാലഘട്ടമാണ്. ആയിരക്കണക്കിന് കാലഘട്ടങ്ങളുടെ ആക്ടിവിറ്റീസ് ആണിതൊക്കെ. മൗണ്ട് വെസൂവിയസിൻ്റെ ഒരു പ്രധാന ഘട്ടവും കൂടെ കഴിഞ്ഞ് പിന്നെയും പോവുകയാണ്. നമ്മൾ ഏകദേശം അതിൻ്റെ മൗത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കുത്തായ കയറ്റമാണ്. നിസ്സാരം എന്ന ഒരു വാക്കിനകത്ത് തീർക്കാൻ പറ്റില്ല. ഇതല്പം ശ്രമകരം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം ഉയരത്തിൽ നമ്മൾ എത്തിയെന്നുള്ളത് ആ താഴേക്ക് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഒരു വലിയ ഹൈക്കിംഗ് ആണ്. ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയാണ്. കണ്ടില്ലേ? പക്ഷേ അത് തീർച്ചയായിട്ടും അത് തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭീകരൻ്റെ വായ്ഭാഗത്തോട്ട് വരിക, അത് തരുന്ന കാഴ്ച. ഇതാണ് മൗണ്ട് വെസൂവിയസിൻ്റെ വായ്. കണ്ടോ, എന്താണ് കാണുന്നത്? അപ്പോൾ ഇതിൻ്റെ ഈ വായ്ഭാഗത്ത് തുറന്നിട്ടാണ് മുകളിലേക്ക് ഈ ലാവാപ്രവാഹം, ഈ ആഷസ് ഒക്കെ വായുവിൽ കൂടെ പ്രവഹിച്ച് പല പല പട്ടണങ്ങളെയും നശിപ്പിച്ചത്. അപ്പം മൗണ്ട് വെസൂവിയസിൻ്റെ വായ്ക്കകത്താണ് നമ്മളുള്ളത്. ഇത് കാണുക, വോൾക്കാനിക് ആഷ് വന്നിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. മെഴുക് ഉരുകി ഒലിച്ച് വന്നിട്ട് എങ്ങനെ സോളിഡിഫൈ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഐസ് രൂപപ്പെടുന്ന എങ്ങനെയെന്ന് പറയുന്നത് പോലെയാണ് ഈ വോൾക്കാനിക് ആഷ് വന്ന് വീണ് ഡെപ്പോസിറ്റായി എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും മറച്ച് കളയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള റോക്കുകൾ രൂപപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഇത് വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ എന്നേക്കുമായി മറയ്ക്കപ്പെടുകയാണ്. ഇതൊരു വോൾക്കാനിക് ആഷ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് മുഴുവൻ വോൾക്കാനിക് ആഷാണ്. വോൾക്കാനിക് ആഷ് വീണ് രൂപപ്പെട്ടിരിക്കുന്ന ഫോർമേഷനുകൾ, പാറക്കെട്ടുകൾ പോലെ വരുന്നത്. ഇതൊന്നും പാറകളെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊടിച്ച് കളയാൻ പറ്റുന്നതും രൂപഭേദം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോഴും ഈ മൗണ്ട് വെസൂവിയസിൻ്റെ വായ്ഭാഗത്തിലാണ്, ക്രേറ്ററിൻ്റെ ആ ഭാഗത്തിലാണ്. ഇനിയും നമ്മൾ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള
ഈ നിറവ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം ഈ ഭൂമിയുടെ അണ്ഡകടാഹത്തിൽ നിന്നും വരുന്ന മിനറൽസ്, പലതരത്തിലുള്ള മിനറൽസൊക്കെയാണ്. അപ്പോൾ ആ മിനറൽസിൻ്റെയൊക്കെ കാരണമാണ് ഇതിനൊക്കെ പല നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കുക, അവിടെ അങ്ങ് താഴെ നേപ്പിൾസ് സിറ്റി നമുക്ക് കാണാം. അപ്പോൾ നേപ്പിൾസ് സിറ്റി ഒരുപാട് വിദൂരമാണ്, പക്ഷേ ഇതിനോട് ഏറെക്കുറെ അടുത്തൊക്കെ ആയിരുന്നു നമ്മളുടെ ബോംബെയും അതുപോലെയുള്ള മറ്റ് ചെറിയ പട്ടണങ്ങളുമൊക്കെ. അതൊക്കെയാണ് രായ്ക്ക് രാമാനം ഇവിടെ നിന്നുള്ള ആഷസ് വീണ്, വോൾക്കാനിക് ആഷസ് വീണ് ഡെപ്പോസിറ്റായി മൺമറഞ്ഞു പോയത്. ഇപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം നല്ലൊരു വ്യൂ കിട്ടുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസ് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം പുകപടലങ്ങൾ താഴെ നിന്ന് ഉയർന്നു വരുന്നത് നമുക്ക് കാണാം സൂക്ഷിച്ചു നോക്കിയാൽ. അപ്പോൾ ഇപ്പോഴും ഈ ക്രൈറ്റർ ആക്റ്റീവ് ആണെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. കണ്ടോ, വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുകയും ആവിയും ഒക്കെ അങ്ങനെ പൊങ്ങി വരുന്നത് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത് അധികം താമസിയാതെ വീണ്ടും ഇറപ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. കണ്ടോ, അങ്ങ് അവിടെ ദൂരെ കാണുന്നതൊക്കെ ഐലൻഡുകളാണ്, വലിയ മലനിരകളൊക്കെ. അതൊക്കെ കടലിൻ്റെ ഉള്ളിലാണ്. വിശാലമായ കടലിൻ്റെ ഉള്ളിലെ ഐലൻഡുകളും അതിനോട് ചേർന്ന് തീരപ്രദേശങ്ങളിലെ സിറ്റിയും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ മൗണ്ട് വെസൂവിയസിലേക്കുള്ള ഈ യാത്ര തീർച്ചയായും ജീവിതത്തിലെ ഒരു വലിയ അനുഭവവും ഒരു നാഴികക്കല്ലും ഒക്കെയാണ്. എക്സ്പീരിയൻസിനകത്തെ, ട്രാവൽ എക്സ്പീരിയൻസിനകത്തെ നമുക്ക് മറക്കാൻ വയ്യാത്തൊരു ഏടാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസിന് വേണ്ടി കാത്തിരിക്കുക. ഈ കാഴ്ചകളോടൊക്കെ ഇപ്പോൾ വിട പറയാൻ നേരമായിരിക്കുകയാണ്.